ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മത്തി കിട്ടുന്നത്. കുഞ്ഞു മത്തിയാണ് കിട്ടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ പൂച്ച കരയുന്നത്. പൂച്ചക്ക് തലയൊക്കെ വന്നിട്ട് കൊടുക്കുന്നത്. പൂച്ചൻ്റെ വിശപ്പ് മാറ്റിയ ശേഷം നമ്മളിത് അടുക്കളയിലേക്ക് വന്ന് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉരുവ് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്ത് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടികളായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുടംപൊടി ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായ ശേഷം നമ്മൾ പകുതിയോളം മീനെടുത്ത് നമ്മൾ പൊരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം മത്തി കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ വിചാരിക്കും മത്തി കിട്ടിയിട്ടാണ് ഇത്ര വലിയ സന്തോഷമാണ്. പക്ഷേ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. മീനിലെ രാജാവായിട്ട് നാം കാണുന്നത് മത്തിയെ തന്നെയാണ്. പകുതിയോളം നമ്മളിതൊന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെയായി. മീനിൻ്റെ കൂടെ നമ്മൾ 2-3 മുളകും കൂടി ഇട്ട് കൊടുക്കും. ഇത് ഇങ്ങനെ ചോറിൻ്റെ കൂടെ മുളക് കടിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഇതാ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി നമ്മളിത് ചോറുണ്ണാൻ പോകുകയാണ്. ഇന്നത്തെ നമ്മൾ കുഞ്ഞു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.